ഹായ്, ഞാൻ അനുജ. ഇത് കൃഷ്ണ, ഇത് ആഷ്ന. ഞങ്ങൾ കേരസ് ഏവിയേഷൻ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ്. ഈ കഴിഞ്ഞ മെയ് 2 നടന്ന ഇൻഡിഗോയുടെ വാക്കിൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ഞങ്ങൾ 3 പേരും പ്ലേസ്ഡ് ആയി. അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ നടന്നത് സോള കൺവെൻഷൻ സെന്ററിലായിരുന്നു, എയർപോർട്ടിലേക്ക്. അതിൻ്റെ അവിടെ ഒരു 1000 അറൌണ്ട് കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരു 9 മണിയായപ്പോഴാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ആയത്. 9 മണിക്ക് സ്റ്റാർട്ടായിട്ട് ഒരു 11 മണിയോളം ബ്രീഫിംഗ് ആയിരുന്നു. ബ്രീഫിംഗ് കഴിഞ്ഞപ്പോഴേക്ക് ഈ 1000 എന്നൊക്കെ ഉള്ള ഒരു കണക്ക് കുറഞ്ഞിട്ടൊരു 800 ആ ഒരു രീതിയിലേക്കൊക്കെ എത്തിയായിരുന്നു. കുറേ പേര് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവര്, പാസ്പോർട്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഫസ്റ്റ് തന്നെ ബ്രീഫിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പോയായിരുന്നു. പിന്നെ ഒരു ആഫ്റ്റർനൂൺ ആണ് GD സ്റ്റാർട്ട് ചെയ്തത്. GD റൗണ്ടിനെ പറ്റി മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസും ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ടോപ്പിക്സ് ഒന്നും കേട്ടപ്പോൾ നമുക്ക് അതിശയൊന്നും തോന്നിയില്ല. എല്ലാം യൂസ്ഡ് ആയിരുന്നു, എല്ലാ ടോപ്പിക്സ് ആയിട്ട്. അപ്പൊ ഞാൻ തന്നെ എന്റെ ടോപ്പിക് ഞാൻ ഏവിയേഷൻ സെക്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ സെലക്ട് ആവുന്നുള്ളത് എനിക്ക് ആ ഒരു GDയുടെ റൗണ്ടിൽ അവർ പറയുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇക്കാലത്ത് നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ടിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്കും വർക്ക് ഫ്രം ഓഫീസ് ഓർ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് അത് എന്തുകൊണ്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഒരു 2 minutes ആണ് അവർ സംസാരിക്കാനായിട്ട് അനുവദിക്കുന്ന ഒരു സമയം. പിന്നെ അങ്ങനെ അതിലും കോൺഫിഡൻസും അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തന്നെ നോക്കുന്നത്. നമുക്കൊരു റേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് 6 ആയപ്പോഴാണ് നെക്സ്റ്റ് റൗണ്ട് ഓൾ റൗണ്ട്. മെയിൻലി പേഴ്സൺസ് ഓഫ് കൂടുതൽ എല്ലാവരും ചോദിച്ചത്. 2-3 HR ഉണ്ടായിരുന്നു. അപ്പോൾ റാമ്പിനും സെക്യൂരിറ്റിക്കും കസ്റ്റമർ സർവീസിനും വേറെ HR ആയിരുന്നു. GDയുടെ ഇടയിലാണ് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനുജയും കസ്റ്റമർ സർവീസ് പറഞ്ഞത്, പക്ഷേ റാമ്പായിരുന്നു പറഞ്ഞത്. ഞാൻ കസ്റ്റമർ സർവീസ് ആണ് എടുത്തതെങ്കിലും എല്ലാ റൗണ്ടും കഴിഞ്ഞ് HR കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് സെക്യൂരിറ്റിയിലോട്ടാണ് അത് വന്നത്. അതൊരു വലിയ കഥയാണ്. അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് പോയി കണ്ടാൽ മതി. കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഓഫ് യു. ഒരു 1500 ആൾക്കാരുടെ ഇടയിൽ നിന്ന് സെലക്ട് ആയ ഞങ്ങളുടെ ജെംസ് ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പ്ലേസ്ഡ് ആയ സ്ഥിതിക്ക് നമുക്കൊരു കസ്റ്റം ഉണ്ട്. യു ഓൾ നോ വാട്ട് ഇറ്റ് ഇസ്. സോ ലെറ്റ്സ് ഗോ ഹെഡ് ആൻഡ് ഡു ദാറ്റ്.